ബസ്സില്ലേ? ബസ് പോവില്ലേ? ബസ് ഉണ്ട് പോക്കർക്ക, പക്ഷെ എന്താണ് ഒരു ഇതില്ല, ഒന്നും പറയണ്ട. ഓട്ടോ ഒന്നുമില്ല, ആകെയുള്ള ഓട്ടോ 2-3 ട്രിപ്പ് ഉണ്ടാകാം. അതിനാച്ചാ കിളി വേണ്ടെന്ന് പറയുന്നു. അതന്നെ ആര് മുതലാളി പറഞ്ഞ? പിന്നെ മുതലാളി പറയാണ്ട് പിന്നെ കിളി വേണ്ടെന്ന് പറഞ്ഞു. കിളി വേണ്ടല്ലോ, എന്റെ ആഴ്ച അത്ര ആൾക്കാർ ബസ് കയറുന്നുള്ളൂ. ഡ്രൈവർ വേണമെന്ന് പറഞ്ഞ? ഡ്രൈവർ ഇല്ലാണ്ട് ബസ് ഓടും? ഇവരില്ലാണ്ട് ഓടൂല്ലല്ലോ അല്ലേ? അല്ല, ഒരു കണക്കിനുണ്ടല്ലോ, പഠിച്ചോങ്ങൾക്ക് കണ്ടറിഞ്ഞ് തന്നതാണത്. എന്തേലും നിങ്ങളെയൊക്കെ വിചാരം ബസ് ഓടുന്ന കാലത്ത്, സൂക്കടൊന്നും ഇല്ലാത്ത കാലത്ത്. ഞാൻ സ്കൂളിൽ പോണ കുട്ടികളൊക്കെ ഉണ്ടാവും, വേഗം പിടിച്ചിങ്ങാണ്ട് 8 മണിക്ക് സ്കൂളിൽ എത്തണം, 4 മണിക്ക് സ്കൂളിൽ വിട്ടാൽ ഇത്തിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ജീവികളെ കാണണില്ലേ നിങ്ങൾ കാണല്? ഒരുപാട് എണ്ണം വന്നു കഴിഞ്ഞാൽ ഇത്തിങ്ങളെ ബാഗ് അങ്ങോട്ട് പോയിക്കോളി, പോയാൽ അവിടുന്ന് എന്തോ ഒരു ജാതി ആട്ടി പായിപ്പിക്കുക ഇത്തിങ്ങളെ. എന്നിട്ട് നിങ്ങൾ എന്താ ഞാൻ സ്കൂളിൽ ഇങ്ങോട്ട് ബസ് കയറാൻ നേരത്തെ നിങ്ങൾ പറയാം അടുത്ത ബസ് കാലി ബസ് ഉണ്ട്, അതിൽ കയറിക്കോളി നടന്നങ്ങാണ്ട്. എവിടെ നിങ്ങൾ തടിയപ്പാൻ വേണ്ടിയിട്ട് അത് പറയാം. നിങ്ങൾ എന്നെപ്പോലുള്ള വയസ്സായ ആൾക്കാർ ബസ് കയറുമ്പോൾ നിങ്ങൾ പിടിച്ച് കയറ്റാറുണ്ടോ? ഇല്ലല്ലോ. വേഗം കയറുകൂടി അടുത്ത ബസ് ഉണ്ട്. നേരെ മറിച്ച് 16ഉം 17ഉം വയസ്സുള്ള പെൺകുട്ടികളെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, പിടിച്ച് കയറ്റില്ല നിങ്ങൾ. അല്ല, ഇതൊക്കെ അതിൻ്റെ ആളാ. ഈ കിളിയല്ലേ? ഈ ആ ഡോറിന്റെ അവിടെ മീൻകൊത്തി പോലുമോ കുത്തിരിക്കാനായിട്ട് ഞാൻ കാണണല്ലോ. ഈ ഏതാ മോയ്? തിരക്കാകുമ്പോ അങ്ങനെ തന്നെയല്ലേ. തിരക്കെന്ത്? നിങ്ങളോട് ഞാനിപ്പോ ഒരു മെഡിക്കൽ കോളേജ് പോകേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ മെഡിക്കൽ കോളേജ് ബസ് ചിലപ്പോൾ ഒറ്റ ഒന്നേ ഉണ്ടാവുള്ളൂ ആ സമയത്ത്. അവിടെ നിങ്ങളെ ഒരു 2 മണിക്കൂർ കാത്തു നിന്നിട്ട് നിങ്ങളെ ബസ് വരുമ്പോൾ കൈ കാണിച്ചാൽ നിങ്ങൾ അരക്കണർന്ന് കൈ കാണിച്ചാൽ പിന്നെ നിങ്ങൾ സിറ്റി സ്റ്റാൻഡാണ് ബസ് നിർത്തുക. നിങ്ങൾ നമ്മളെ കയറ്റൂല. നിങ്ങളെ എന്തൊക്കെ അഹംഭാവം ഉണ്ടായി നിങ്ങൾക്ക്? പിന്നെ നമ്മള് ബസ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് കൂടെ കയറിയാ പറയും മുമ്പിലേക്ക് നടന്നുകൂടി, മുമ്പിന്ന് വേറെ ഒരുത്തൻ പറയും ബാക്കിലേക്ക് നടന്നുകൂടി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കാം. പിന്നെ നടുവിലേക്ക് നിങ്ങൾ പറയാം ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്, അവിടെ പോയി. എവിടെ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം? ഇതൊക്കെ കൂടി വിളക്കിന് തിരിയിട്ടായിട്ട് നിൽക്കുക, ആൾക്ക് ശ്വാസം കിട്ടാണ്ട് ചത്തുകൊണ്ട്. എന്നിട്ട് നിങ്ങളെ കണ്ടക്ടർ അതിൻ്റെ ഉള്ളിൽ കൂടെ തുപ്പൽ കൂട്ടിങ്ങാണ്ട് ടിക്കറ്റും തരിക, ഇന്നിങ്ങനെ നക്കിങ്ങാണ്ട് തരിക. അത് നമ്മൾ ഇപ്പോഴത്തെ കാലത്തൊക്കെ ആണെങ്കിൽ കൊറോണ വരാൻ അത് മതി തന്നെ. ഇപ്പം പറഞ്ഞ് നിങ്ങൾ പറഞ്ഞില്ലേ ബസ്സിലിപ്പോൾ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ആയില്ലേ? ബസ് ഓടില്ല, നല്ല കാര്യമായിട്ട് നന്നായിട്ട് കളിച്ചു വിടപ്പൊക്കെ കൂടി. ഒരു കാര്യം ചെയ്യേ, കിളിയല്ലേ, ഈ ഫോർവേഡ് അയക്കുക, കണ്ടക്ടറെ പിടിച്ചിങ്ങാണ്ട് റഫർ അയക്കുക, ഡ്രൈവറെ പിടിച്ച് കണ്ട് ഗോളിയാക്കിക്കോ. നിങ്ങൾ എന്നിട്ട് ഒന്നായിട്ട് കളിച്ചോളി, അതാ നന്നാവുക. Download Moj.